ഹായ്, ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ തൈര് കറിയുടെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലത്തെ ഒരു വയലറ്റ് കളറിലുള്ള ബ്രിഞ്ചലാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ റൗണ്ട്സ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു വഴുതനങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. പിന്നെ വഴുതനങ്ങ എടുക്കുമ്പോൾ ഗ്രീൻ വഴുതനങ്ങ എടുക്കാതെ ഈ ഒരു വയലറ്റ് കളർ വഴുതനങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്താൽ വെച്ചാൽ തന്നെ അതിൽ നിന്നൊരു വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് മസാലയൊക്കെ പുരട്ടിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഒരു ഹാഫ് ആൻ അവറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു ഫ്രൈങ് പാൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. ഇനി അതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്തിട്ട് നമുക്കൊന്ന് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് മുരിയേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒന്ന് സൈഡ് മാറ്റിയിട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡും ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രിഞ്ചൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. ഇനി നമുക്ക് തൈര് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിൽ ഫ്രൈ ചെയ്തിട്ടുള്ള ബ്രിഞ്ചൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടി തൈരാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കാം തൈര്. പിന്നെ ഇതിലേക്ക് തൈര് ഉപ്പ് ചേർത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ആ ഒരു വഴുതനങ്ങ ഫ്രൈയും തൈര് കൂടെ കുറച്ച് സമയം ഒന്ന് ഇരിക്കട്ടെ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൈരിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. കട്ടിയുള്ള തൈരാണെങ്കിൽ നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസാക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമുക്കിതിലേക്കുള്ള വറവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്, ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം ഓപ്ഷണലാണ്. ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, അത് കാരണമാണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നത്. അവർക്കത് മെയിനാണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1-2 വറ്റൽമുളക് ഇതുപോലെ പീസാക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത്, ഇതെല്ലാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ, കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ സ്മോൾ പീസസ് ആക്കിയിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും ഓപ്ഷണലാണ്. ഇഞ്ചി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം ഒരു ചെറിയൊരു സവാള അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സവാള ചേർത്ത് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുള്ളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചെറുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വാട്ടിക്കിട്ടിട്ട് അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് അല്പം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു കളറിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ നല്ല സ്പൈസി മുളകാണ്. അതുപോലെ ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല കളറുള്ള കാശ്മീരി മുളകൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല സ്പൈസി ആയത് കാരണമാണ് ഞാൻ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ നല്ല കളറിലുള്ള കാശ്മീരി മുളക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കറിക്ക് നല്ലൊരു റെഡ് കളർ കിട്ടും. ഇനി ഈ വറവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഉള്ളി ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ കമൻസ് അറിയിക്കുക. അപ്പോൾ ഇത് നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു വഴുതനങ്ങ തൈര് മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ഈ ഒരു വറവ് ചേർത്ത് കൊടുക്കാം. തൈര് ചൂടാക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. വറവ് ചൂടാക്കി കഴിഞ്ഞാൽ പിരിഞ്ഞു പോവും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു വറവ്. ഇനി ഇതൊരു അല്പസമയം ഒന്ന് മിക്സായി പിടിച്ച് കിട്ടണം. ഒരല്പം സോൾട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ, ഒരല്പം കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കണ്ട നമ്മുടെ വഴുതനങ്ങയൊക്കെ. ഇനി ഇതൊന്ന് കുറച്ച് സമയം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ട് വരും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ദഹി ബൈഗൻ അല്ലെങ്കിൽ വഴുതനങ്ങ തൈര് കറി എന്നാണ് ഇതിൻ്റെ പേര്. താങ്ക് യു ഫോർ വാച്ചിങ്.